യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മീക ചിന്തകളിലൂടെ നമുക്ക് കടന്നുപോകാൻ തക്കോണം ദൈവം നമ്മെ സഹായിച്ചല്ലോ. മറക്കരുത്, നമ്മളുടെ പ്രധാനപ്പെട്ട ചിന്താവിഷയം ഈ ഭൂമിയിൽ ദൈവഹിത പ്രകാരം നമുക്ക് എപ്രകാരം ജീവിക്കാൻ സാധിക്കും, അതിന് നമ്മെ സഹായിക്കുന്ന ദൈവവചന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പ്രധാനമായി ചിന്തിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി, ഏതാനും മാസങ്ങളായി നമ്മൾ ഇതേ ചിന്താവിഷയം തന്നെയാണ് തുടരുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഇപ്രകാരമുള്ള സന്ദേശങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് പ്രവേശിച്ച് മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതായ വീഡിയോകൾ നിങ്ങൾ ദയവായി കാണുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് അത് വളരെ വലിയൊരു അനുഗ്രഹമായിരിക്കും. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് ദൈവം നമുക്ക് നൽകുന്നതായ സർവായുധ വർഗത്തെക്കുറിച്ചാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നല്ലോ, ദൈവത്തിന്റെ സർവായുധ വർഗം തന്നെയാണ് ദൈവം നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് ദൈവം ഈ ആയുധങ്ങൾ നമുക്ക് നൽകുന്നത്? കാരണം ഈ ഭൂമിയിൽ നമുക്ക് പോരാട്ടമുണ്ട്, നമുക്ക് യുദ്ധമുണ്ട്, സ്ട്രഗിൾസ് ഉണ്ട്, കഷ്ടതയുണ്ട്. ഒരിക്കലും ദൈവം പറഞ്ഞിട്ടില്ല നമുക്കത് ഉണ്ടാകത്തില്ല എന്നുള്ളത്. ഇതൊരു യാഥാർത്ഥ്യമാണെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. കർത്താവ് യേശുക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് സുഖമാണെന്നോ, ലോകത്ത് നിങ്ങൾക്ക് വളരെ ആഡംബരമായ ജീവിതം ഉണ്ടെന്നോ അല്ല കർത്താവ് യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത്. വളരെ ഉറപ്പോടെ, ഗ്യാരണ്ടിയോടുകൂടെ കർത്താവ് പറഞ്ഞത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പക്ഷെ നമുക്ക് യേശു തരുന്ന ഉറപ്പ് എന്ന് പറയുന്നത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിനർത്ഥം ലോകത്തെ ജയിച്ച ആ ജയം നിങ്ങൾക്കും അവകാശമാക്കുവാൻ സാധിക്കും. നിങ്ങൾ എടുക്കാൻ പോകുന്ന ജയമല്ല നിങ്ങളുടെ ജയം, മറിച്ച് എന്റെ ജയമാണ് നിങ്ങളുടെ ജയം. അതുകൊണ്ട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതേ കർത്താവ് യേശുക്രിസ്തു നമ്മളോട് നമുക്ക് പോരാട്ടം ഉണ്ടെന്ന് പറയുക മാത്രമല്ല, നമുക്ക് ദൈവം തന്റെ ആയുധങ്ങളും നൽകുന്നുവെന്ന് അപ്പോസ്തലൻ പൗലോസ് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു. യേശുക്രിസ്തു പറഞ്ഞതായ ഈ കഷ്ടതയെക്കുറിച്ചുള്ളതായ ടീച്ചിങ്സ് യേശുക്രിസ്തു മാത്രമല്ല, മറിച്ച് തന്റെ ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും വളരെ വ്യക്തമായി വേദപുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഇപ്രകാരം കഷ്ടതകളും പ്രയാസങ്ങളും യുദ്ധങ്ങളും പോരാട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. പക്ഷെ നമ്മളുടെ എനിമി, ശത്രു ആരാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ കൂട്ടു സഹോദരങ്ങളാണ്, നമ്മുടെ അയൽവക്കക്കാരാണ്, നമ്മുടെ നാട്ടിലുള്ളവരാണ് എതിരാളികൾ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. പക്ഷെ അതല്ലെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായി പറയുന്നു. ഇതിന്റെ പുറകിൽ വ്യാപരിക്കുന്നതായ സാത്താനാണ് നമ്മുടെ യഥാർത്ഥ ശത്രു. ആ യഥാർത്ഥ ശത്രുവിനെതിരെ പോരാടിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നമുക്ക് വിജയം വരിക്കുവാൻ കഴിയത്തുള്ളൂ. ഇന്ന് അനേക ക്രൈസ്തവരായ ആളുകളും ഇപ്രകാരം വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ ദൈവത്തിന്റെ വചനം തരുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിന്റെ മോട്ടീവ്, ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ സുഖത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. യാതൊരു വിധമായ അല്ലലും അലച്ചിലുമില്ലാതെ തങ്ങളുടെ ഇഷ്ടങ്ങൾ പൂവണിയുവാൻ, ഓരോ ദിവസവും പൂവണിയാൻ വേണ്ടി അവർ ഓടി നടക്കുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് അങ്ങനെയല്ല. മറിച്ച് നാം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല, നാം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ്, അതായത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നവർക്കാണ് പിശാചിന്റെ ഉപദ്രവവും ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളവർക്കാണ് ഉപദ്രവം ഉണ്ടാകുന്നത്. പക്ഷെ ഭക്തിയോടെ ജീവിക്കുവാൻ ആര് ആഗ്രഹിക്കാതിരിക്കുന്നുവോ അവർക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവുകയില്ല. പലപ്പോഴും ദൈവമക്കൾ എന്ന് പറയുന്ന ആളുകൾ തന്നെ വളരെ നെടുവീർപ്പോടുകൂടെ സ്വയം പറയുന്നതായ കാര്യങ്ങളുണ്ട്. ദൈവമേ, എന്താണ് ദൈവമക്കൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നല്ലോ, ഞാൻ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നല്ലോ, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ സ്നാനപ്പെട്ട ആളാണല്ലോ, ഞാൻ അഭിഷേകം പ്രാപിച്ച ആളാണല്ലോ, പിന്നെ എന്താണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നത്? വിശുദ്ധ വേദപുസ്തകം പറയുന്നു നമുക്കത് സംഭവിക്കും. എന്താണ് കാരണം? നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും കൂടെയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ 3 പ്രധാനപ്പെട്ട സർവായുധ വർഗത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ധരിക്കണമെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് സത്യമെന്ന അരക്കെട്ട്. സത്യമെന്ന അരക്കെട്ട് എന്ന് പറയുമ്പോൾ ദൈവവചനമാകുന്ന ആ ഒരു അരക്കെട്ട് നമ്മൾ ധരിക്കണം.
രണ്ടാമതായിട്ട് നമ്മൾ ധരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നീതി എന്ന കവചം. നമ്മുടെ നീതിയല്ല, ദൈവം കർത്താവ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് നൽകിയതായ നീതി. നമ്മുടെ ഒരു നീതി പ്രവൃത്തിയും ദൈവത്തിന് മുമ്പാകെ വിലപ്പോവില്ല എന്നും യേശു ക്രിസ്തുവിലൂടെ പ്രവർത്തിച്ചതായ ആ നീതി നമ്മുടെ നീതിയായി പിതാവായി ദൈവം കണക്കിടുന്നുവെന്നും അതുകൊണ്ട് ആ നീതിയിൽ നമ്മൾ ആശ്രയിക്കുകയും ആ നീതിയാണ് എന്റെ നീതി എന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ ചെല്ലുവാനുള്ള ധൈര്യമുള്ളവരായിരിക്കുക. അതാണ് നീതി എന്ന കവചം എന്ന് പറയുന്നത്. ഒരു കവചം നമ്മുടെ ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഓർഗൻസിനെ സംരക്ഷിക്കുന്നത് പോലെ ഈ നീതിയുടെ കവചം നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാതെ, ഈ ഭൂമിയിൽ നമ്മൾ തകർന്നു പോകാതെ, തടർന്നു പോകാതെ ഈ നീതിയുടെ കവചം നമ്മെ സൂക്ഷിക്കുന്നു. മൂന്നാമതായിട്ട് നമ്മൾ ധരിക്കേണ്ടതായ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. അതായത് സുവിശേഷത്തെക്കുറിച്ചുള്ള ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഇതിന്റെ ആത്യന്തികമായ ഫലമെന്ന് പറയുന്നത് ദൈവത്തോടുള്ള സമാധാനമാണ്. ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടെങ്കിൽ അത് ഒരു ചെരുപ്പ് പോലെയാണ്. അത് നമ്മെ വളരെയധികം ഈസാക്കി മാറ്റും, നമ്മെ വളരെ സുഗമമായി പോകുന്ന ഒരു വ്യക്തിയാക്കി മാറ്റും. ചെരുപ്പുണ്ടെങ്കിൽ നമുക്ക് എന്തോരം കംഫർട്ടുണ്ട്. ഇന്ന് ചെരുപ്പില്ലാതെ നമുക്ക് റോഡിലൂടെ നടക്കാൻ സാധിക്കുമോ? ചുട്ടുപഴുത്ത റോഡിലൂടെ, ടാറിട്ട വഴിയിലൂടെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അതുപോലെ മുള്ളുള്ള സ്ഥലങ്ങളിലൂടെ, മണ്ണുള്ള സ്ഥലങ്ങളിലൂടെ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എന്ന് പറയുന്ന പോലെ ജീവിതത്തിന്റെ ഏത് പ്രതലങ്ങളിലാണെങ്കിൽ പോലും സുവിശേഷത്താലുള്ള ആ ഉറപ്പ്, കർത്താവ് യേശു ക്രിസ്തു എന്നെ രക്ഷിച്ചു എന്ന് മാത്രമല്ല, എനിക്ക് ദൈവത്തോട് ഇപ്പോൾ സമാധാനമുണ്ട്, ആ ഒരു ഉറപ്പ് നമുക്ക് തരുന്നതായ ആ സേഫ്റ്റി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതാണ് ഇവിടെ നമ്മൾ ചിന്തിച്ചത്, സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കി. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ധരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ, ഈ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ എടുക്കുന്നതായ കാര്യങ്ങളാണ്. ഈ ആദ്യത്തെ 3 കാര്യങ്ങൾ നമ്മൾ ധരിച്ച് എപ്പോഴും നമ്മൾ സുസജ്ജമായിരിക്കണം, നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം. ഇങ്ങനെ അല്ലാത്ത ഒരു വ്യക്തി പോലും ദൈവമക്കളായിരിക്കരുത്. ദൈവമക്കളായ ആളുകൾ ഈ 3 വിധമായ കാര്യങ്ങൾ ധരിച്ചുകൊണ്ട് വേണം അവർ ജീവിക്കുവാൻ. ഏത് സമയവും അവരുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരും, യുദ്ധങ്ങൾ വരും. നോക്കണേ, ഇത് ആരാണ് ധരിക്കുന്നത്? എപ്പോഴും യുദ്ധം നേരിടാം എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളല്ലേ ഈ യുദ്ധത്തിലുള്ള യൂണിഫോമുകൾ അണിയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ പട്ടാളക്കാര് കൈലി ഉടുത്ത് ടീഷർട്ട് ഇട്ടാണ് അവർ ബോർഡർ നിൽക്കുന്നത്? അല്ല, അവർ ഇന്ത്യൻ ആർമിയുടെ സുസജ്ജമായ പട്ടാള യൂണിഫോം അണിഞ്ഞല്ലേ നിൽക്കുന്നത്. അവരുടെ കയ്യിലുള്ള തോക്ക് നിറത്തോക്കുകളല്ലേ. അവർ എപ്പോഴും തയ്യാറായി നിൽക്കുന്നു ശത്രുവിനെ എതിരിടുവാൻ. ഇതുപോലെ തന്നെ നമ്മളും ഏത് സമയത്തും, നമ്മൾ നനച്ചിരിക്കാത്ത സമയത്താണ് പിശാച് അവന്റെ സ്കീമുകളുമായി കടന്നു വരുന്നത്. അവയെ നേരിടുവാനുള്ള ഒരുക്കമാണ് ദൈവം നമുക്ക് നൽകുന്ന ഈ ധരിക്കുന്നതായ കാര്യങ്ങൾ. എന്നാൽ ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എടുക്കുന്നതായ കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഇന്നിവിടെ വായിക്കുന്നത്. ഒരു പക്ഷെ ഇന്നത്തെ ഈ പ്രഭാത ധ്യാനത്തിൽ ഈ വിഷയങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അടുത്ത ദിവസങ്ങൾ നമ്മൾ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ്. നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, എഫീസ് ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയുമ്പോളെയൊക്കെയും കെടുക്കുവാൻ തക്കതായി വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ടും നിൽപ്പീൻ. വിശ്വാസത്തെ ഇവിടെ ഒരു പരിചയായിട്ട് വിശേഷിപ്പിക്കുന്നു, ഷീൽഡായിട്ട് വിശേഷിപ്പിക്കുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, അപ്പോസ്തലൻ പൗലോസ് റോമൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴാണ് താൻ ഈ ആത്മീക ചിന്തകൾ എഴുതുന്നത്. റോമൻ പടയാളികളെ നോക്കിക്കൊണ്ട് അവർ ധരിച്ചിരിക്കുന്നതായ വസ്ത്രം, അവർ എടുത്തിരിക്കുന്നതായ ആയുധങ്ങൾ, ഇവയെല്ലാം ആത്മീകമായിട്ടുള്ള ഒരു പാഠത്തിനായി അപ്പോസ്തലൻ പൗലോസ് വിനിയോഗിക്കുന്നു. ഇദ്ദേഹം ഇവിടെ പറയുന്നു വിശ്വാസം എന്ന പരിച. എന്താണ് വിശ്വാസം? സാധാരണയായിട്ട് വിശ്വാസം എന്താണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് എബ്രായർ 11:1 പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് വിശ്വാസം എന്നുള്ളത് നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമാണ്. യേശു ചെയ്ത പ്രവർത്തികളിലുള്ള വിശ്വാസമാണ്. ദൈവം എന്നെ വിടുവിക്കും, ദൈവം എന്നെ സഹായിക്കും എന്നുള്ള വിശ്വാസമാണ്. അത് ദൈവവചനത്തിലൂടെ നമ്മൾ പ്രാപിക്കുന്നതായ വിശ്വാസമാണ്. വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് തന്നെ എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. വിശ്വാസം നമ്മളിൽ വർദ്ധിക്കണം. അതുകൊണ്ട് തന്നെ കേൾവി നമുക്ക് ധാരാളമായി ഉണ്ടാകണം. കൂടുതൽ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കണം. വിശ്വാസം വർദ്ധിക്കുമ്പോൾ നമ്മളുടെ സുരക്ഷിതത്വം കൂടുമെന്നുള്ള കാര്യവും നമ്മൾ ഇന്ന് ഓർക്കേണ്ടത് ആവശ്യമാണ്.
ഇവിടെ പരിച എന്ന് കൊടുത്തിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സാധാരണയായിട്ട് നമ്മൾ പരിച എന്ന് കേൾക്കുമ്പോൾ മലയാളികളായ ആളുകൾ ചിന്തിക്കുന്നത് കളരിപ്പയറ്റിലൊക്കെ നമ്മൾ കാണുന്ന പോലെ വട്ടത്തിലുള്ള ഒരു പരിച. അത് കേവലം നമ്മുടെ കൈകളോ അത്യാവശ്യം നമ്മൾ ദിശ മാറ്റി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ അല്പം മറയ്ക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പരിച എന്ന് പറയുന്നത് ഒരു പട്ടാളക്കാരന്റെ ശരീരത്തെ ഏതാണ്ട് മുഴുവനായി തന്റെ തലയുടെ തൊട്ട് താഴ്വശം വരെയും പെട്ടെന്ന് മറയ്ക്കുന്നതായ നിലയിലുള്ള വലിയൊരു പരിചയാണ് ഇവിടെ അപ്പോസ്തലൻ പൗലോസ് പറയുന്നതായ പരിച. അത് കാണിക്കുന്നത് വിശ്വാസം നമുക്ക് നൽകുന്നതായ പൂർണ്ണമായ സുരക്ഷിതത്വമാണ്. കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ ഓരോ വിഷയത്തിന് നടുവിൽ ഞാൻ പരാജയപ്പെടുകയില്ല എന്ന് വിശ്വസിക്കുന്നിടത്താണ് നമുക്ക് വിശ്വാസം പരിചയമായിട്ട് കടന്നു വരുന്നത്. ഞാൻ ഒരു ബൈബിൾ ക്യാരക്ടറിനെ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയാണ് മോശ. ചെങ്കടലിന്റെ തീരത്ത് മോശ ചെന്ന് നിൽക്കുക. ദൈവം തന്നോട് പറയുന്നത് ഈ ചെങ്കടലിൽ കൂടെയാണ് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. പക്ഷേ മാനുഷികമായി അദ്ദേഹത്തിന് ഒട്ടും ധൈര്യമില്ല. ഇത് മാത്രമല്ല, കൂടെ വന്ന ആളുകളെല്ലാം തനിക്കെതിരായിട്ട് മാറി. ദൈവത്തിനെതിരെയും മോശയ്ക്കെതിരെയും ആളുകൾ പുറവുറുക്കാൻ തുടങ്ങി. കേവലം പുറവുറുപ്പാണോ? മനസ്സിനെ തകർക്കുന്ന, നിരാശ കൊണ്ടുവരുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന വാക്കുകൾ ആളുകൾ പറയാൻ തുടങ്ങി. അപ്പോൾ മോശ ചെയ്ത കാര്യം, അവൻ ദൈവസന്നിധിയിലേക്ക് ചെന്ന് ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു, ദൈവത്തോട് അപേക്ഷിച്ചു. കാരണം ഇതുവരെ ദൈവം കൊണ്ടുവന്നെങ്കിൽ ഇനിയും നടത്തേണ്ടത് ദൈവം തന്നെയാണെന്ന് മനസ്സിലാക്കിയതായി മോശ ദൈവത്തോട് കരഞ്ഞു നിലവിളിച്ചു. വിശ്വാസത്തിൽ പതറിപ്പോയില്ല. വിശ്വാസത്താലാണ് മോശയുടെ പ്രാർത്ഥന, സംശയത്താലല്ല. ദൈവത്തിന് മാത്രമേ ഇവിടെ വഴി തോർക്കാൻ കഴിയുള്ളൂ എന്ന് പൂർണ്ണമായും വിശ്വസിച്ചു. തിരിച്ചു പോകാൻ കഴിയില്ല, ഓടിപ്പോകാൻ കഴിയില്ല. മറിച്ച് ദൈവം കാണിക്കുന്ന വഴി മുന്നോട്ട് തന്നെയാണ്. അതിൽ അവൻ പൂർണ്ണമായും വിശ്വസിച്ചു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അപ്പോസ്തലനായ പത്രോസ് ഇത് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വാക്യം പറയുന്നുണ്ട്. ആ വാക്യം വായിച്ചിട്ട് നമ്മൾ ഇന്നത്തെ മെഡിറ്റേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഇതിന്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ അടുത്ത ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ്. 1 പത്രോസ് 5:9, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദര വർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്ത് നിൽപ്പീൻ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ എന്നുള്ള ആഹ്വാനത്തിൽ താൻ പറയുന്നു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എനിക്ക് മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ. അങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾ ചിന്തിക്കും, വേറെ ആർക്കും ഇങ്ങനെയുള്ള പ്രയാസങ്ങളില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ. പലരും പറയുന്ന ഒരു കാര്യമാണ്. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പത്രോസ് പറയുന്നത്, ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന്, ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ വിശ്വാസികൾക്ക് ഈ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ്, അതിനർത്ഥം നിങ്ങൾക്ക് മാത്രമല്ല കഷ്ടപ്പാട്, നിങ്ങൾക്ക് മാത്രമല്ല ദുരിതങ്ങൾ, നിങ്ങൾക്ക് മാത്രമല്ല ഈ പോരാട്ടം, നിങ്ങൾക്ക് മാത്രമല്ല ഈ യുദ്ധം, മറിച്ച് നിങ്ങളുടെ സഹോദരവർഗങ്ങൾക്കുമുണ്ട്. കാരണം ഇവരോടെല്ലാം പോരാടുന്ന, നിങ്ങളോടും പോരാടുന്ന ശത്രു ഒന്നു തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, ആ കഷ്ടങ്ങൾ പൂർത്തിയായി വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ച് മാത്രമേ ഒരു കഷ്ടത നിങ്ങളുടെ ജീവിതത്തിൽ വരികയുള്ളൂ. മറ്റൊരു വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമുക്ക് ദൈവം അനുവദിക്കുന്നതായ കഷ്ടങ്ങളുടെ നടുവിൽ നാം രക്ഷ പ്രാപിക്കേണ്ടതിന് വേണ്ടി ദൈവം പോക്കുവഴികളും സൃഷ്ടിക്കുന്നവനായ കർത്താവാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ കഷ്ടത, സാത്താനുള്ള പോരാട്ടം, അത് പൂർത്തിയായി വരും. അതൊരു പൂർണ്ണതയിലേക്ക് മാറും. അതൊരു ഫിനിഷിംഗിലേക്ക് കടന്നു പോകും. ഒരു കഷ്ടതയും നീണ്ടു നിൽക്കില്ല. ഓരോ കഷ്ടതയ്ക്കും ഒരു അവസാനമുണ്ട്. പക്ഷെ അവസാനം എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ വിജയമായിരിക്കണം. കാരണം യേശു ലോകത്തെ ജയിച്ചവനാ, സാത്താനെ ജയിച്ചവനാ. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ജയമുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, നീ ഇന്ന് അനുഭവിക്കുന്നതായ ഒരു കഷ്ടതയില്ലേ, നിന്റെ മനസ്സിനെ പ്രയാസപ്പെടുത്തുന്ന, നിന്റെ ചിന്തകളെ അലസ്വരപ്പെടുത്തുന്ന, ഭാവിയിലേക്ക് നോക്കുമ്പോൾ വളരെ ഭയം തോന്നുന്നതായ പ്രയാസം, പക്ഷെ അതിന്റെ അന്ത്യം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിലൂടെ ദൈവം നിനക്ക് തരുന്ന വിജയമായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്, ഈ കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരമുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പീൻ എന്ന് പറഞ്ഞാൽ വിശ്വാസമാകുന്ന പരിച എപ്പോഴും നിങ്ങൾ പിടിക്കണം. ഈ വിശ്വാസം എന്ന പരിചയ പിടിക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ അടുത്ത ദിവസം ചിന്തിക്കുന്നതായിരിക്കും. അടുത്ത ദിവസത്തെ മെസ്സേജ് ആരും ദയവായി നഷ്ടമാക്കരുത്. കാരണം ഈ മെസ്സേജ് പൂർണ്ണമാകണമെങ്കിൽ അടുത്ത ദിവസങ്ങളിലെ സന്ദേശം, ഇതുമായി ബന്ധപ്പെട്ട സന്ദേശം കേട്ടേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിക്കുന്നവരായി തീരണം.
അവൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കുന്നവരായി തീരണം. ജീവിതത്തിന്റെ ഏത് പ്രയാസവേളകളിലാണെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ കൈവിടില്ല, അവൻ എന്നെ ഉപേക്ഷിക്കില്ല. മത്തായിയുടെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുന്ന പോലെ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോടുകൂടെയുണ്ട്. അതെ, എത്ര വലിയ വാഗ്ദത്തമാണ് യേശു നമുക്ക് വേണ്ടി തരുന്നത്. ഒരു നിമിഷം നമുക്ക് ദൈവത്തിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് കടന്നു വരുന്നതായ യുദ്ധങ്ങളുടെ നടുവിൽ ഞങ്ങൾക്ക് സംരക്ഷണമുണ്ട്. അതിനുള്ള പരിചയായ വിശ്വാസം ദൈവം തന്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് നൽകുന്നു എന്നുള്ള ആ വലിയ സത്യം ഗ്രഹിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങൾ നേരത്തെ ചിന്തിച്ചതുപോലെ ഞങ്ങൾ നീതിയും ദൈവത്തിന്റെ വചനവും അതുപോലെ സുവിശേഷത്തിനാൽ ഒരുക്കം, അതിനൊരു ഉറപ്പ് ഞങ്ങൾ ധരിച്ചും ഇപ്പോൾ ഞങ്ങൾ ചിന്തിച്ചതുപോലെ ഞങ്ങൾ പരിചയം എടുത്തു നിൽക്കുവാൻ, വിശ്വാസം എന്ന പരിചയം എടുത്തു നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അപ്പാ, പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദയവായി അടുത്ത ദിവസത്തെ സന്ദേശത്തിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളായിരിക്കും അതെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെ എന്നോട് അറിയിക്കാം. ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.